നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ഷിൻഡെയ്ക്ക് വാഗ്ദാനം കൊടുത്തിരുന്നു എന്ന അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്നത് മാത്രമല്ല, മുഖ്യമന്ത്രി പദവി ഷിൻഡെയ്ക്ക് വാഗ്ദാനം നൽകുന്ന തരത്തിൽ നരേന്ദ്രമോദി മോഹന വാഗ്ദാനം നൽകി. അതിൻ്റെ ഫലമായാണ് ഷിൻഡെ കൃത്യമായും BJP സഖ്യത്തിൻ്റെ കൂടെ തന്നെ നിന്നത്. അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒറ്റയ്ക്കായി നിൽക്കാനായിരുന്നു തീരുമാനം എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേനയും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും BJP 105 സീറ്റ്, ശിവസേന 56 എന്നീ നിലകളിലായിരുന്നു അന്നത്തെ കക്ഷിനില. 2019 നിയമസഭയിൽ 44 സീറ്റുകൾ കോൺഗ്രസും 54 സീറ്റുകൾ NCPയും നേടിയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും NCPയും ശിവസേനയും ചേർന്നായിരുന്നു മഹാവികാസ് അഘാദി സഖ്യം രൂപീകരിച്ചത്. ശിവസേനയെ വഞ്ചിച്ചതിന് ഉദ്ധവ് താക്കറെ കൊടുത്ത മറുപടിയായിരുന്നു. ഇത്തവണ NCP അജിത് പവാർ വിഭാഗം വലിയ തോതിൽ തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന പ്രത്യക്ഷത്തിൽ ഉള്ള ധാരണയാൽ ശിവസേനയെ തേച്ചോളൂ, ശിവസേനയെ എന്ത് രീതിയിലും ഒറ്റപ്പെടുത്തിക്കോളൂ എന്നുള്ളത് കൃത്യമായി BJPയും അജിത് പവാറും ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയായിരുന്നു എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ശിവസേനയിലെ ഒരു MLA രാജിവെച്ചു, മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിലാണ്. അതുമാത്രമല്ല, നിരവധിയായിട്ടുള്ള ശിവസേന MLAമാർ, ഷിൻഡെ വിഭാഗം MLAമാർ കടുത്ത അതൃപ്തിയിൽ അവരുടെ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു. ഉദ്ധവ് താക്കറെ വിഭാഗം ഇത് കൃത്യമായും വിനിയോഗിക്കാനുള്ള എല്ലാ സാഹചര്യവും വന്നിരിക്കുന്നു. സഞ്ജയ് റാവത്ത് ഈ കാര്യത്തിൽ രാഷ്ട്രീയപരമായ ഒരു നേട്ടം കൊയ്തെടുക്കാൻ കഴിയും എന്ന വിവക്ഷയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഷിൻഡെ വിഭാഗവും ഉദ്ധവ് വിഭാഗവും വീണ്ടും ഏകീകരിക്കാൻ പോകുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ ഷിൻഡെ അനുവദിച്ചാൽ അത്തരത്തിൽ ഒരു തീരുമാനത്തിന് തയ്യാറാകും എന്ന് തന്നെയാണ് ഷിൻഡെ സമ്മതം മൂളിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് അയച്ച സന്ദേശവുമായി ബന്ധപ്പെട്ട, അതീവ രഹസ്യമായ സന്ദേശവുമായി ബന്ധപ്പെട്ട കാര്യം പരസ്യപ്പെടുത്താൻ ഒരുങ്ങി ഒരു പോർവിളി നടത്താൻ ഏകനാഥ് ഷിൻഡെ തയ്യാറാകുന്നത്. മഹാരാഷ്ട്രയിൽ ഇനിയും മനസ്സിലാകാത്ത ചില ട്വിസ്റ്റുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ ഏകനാഥ് ഷിൻഡെയ്ക്ക് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ സമീപനം വ്യക്തമാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള സ്ഥാനമാനങ്ങളല്ല എങ്കിൽ ഷിൻഡെയ്ക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല, MLAമാരെ കൂട്ടുപിടിക്കാൻ കഴിയുകയും ഇല്ല. അതാണിപ്പോൾ പുറത്തു വരുന്നത്.